ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഗോതമ്പ് പൊടി കൊണ്ടുള്ളൊരു അപ്പം കേട്ടോ. ചപ്പാത്തിയും ഗോതമ്പ് ദോശയും ഒക്കെ കഴിച്ച് മടുത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ട് ഉള്ളൊരു അപ്പം കേട്ടോ. ആശീർവാദിൻ്റെ ഈ ഫ്ലോർ ആട്ടയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏത് ആട്ടയോ ഗോതമ്പോ ഏത് വേണമെങ്കിലും എടുക്കാം. സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ തലേ ദിവസമൊക്കെ അരച്ച് പുളിപ്പിച്ച് വെക്കും, അല്ലെങ്കിൽ പൊടി കലക്കി വെക്കും, അങ്ങനെയൊക്കെയല്ലേ. ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ തന്നെ എടുത്ത് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ ചൂടാം. റെസ്റ്റ് ചെയ്യാൻ ഒരു 5 മിനിറ്റ് പോലും വെക്കണ്ട. അതിന് മുന്നേ തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിനകത്തൊരു അരക്കപ്പ് തേങ്ങ, അരക്കപ്പ് ചോറ്, 3 കപ്പ് ആട്ടമാവാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മാവ് അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെയാണ് ഇതിന് ആവശ്യമായ 1/2 സ്പൂൺ പഞ്ചസാര, ഒരു 1/2 സ്പൂൺ ഉപ്പ്, ഒരു 1/4 സ്പൂൺ സോഡാപ്പൊടി, ഇത് 3ഉം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 കപ്പ് ആട്ടമാവിന് ഞാനൊരു 3.5 കപ്പ് വെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതാകുമ്പോൾ കറക്റ്റ് ഒരു ദോശ ബാറ്ററിലൊക്കെ ഇതായി കിട്ടും. അങ്ങനെ ഒരു ബാറ്റർ വേണം നമുക്ക്, എന്നാലേ നമുക്ക് അപ്പം പോലെ റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാട്ടോ നമ്മുടെ ബാറ്റർ വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മാവ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പമൊക്കെ ചുട്ടെടുക്കാൻ പറ്റും. 5 മിനിറ്റ് മതി. നമുക്ക് ഇതെല്ലാം കൂടെ അരയ്ക്കുന്ന സമയം അരയ്ക്കാൻ തന്നെ ഒരു 5 മിനിറ്റ് പോലും നമുക്ക് വേണ്ട. ചുടുന്ന ആ ഒരു ടൈം മാത്രം മതി. നമ്മൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോയിട്ട് വന്നിട്ട് ക്ഷീണിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാൻ വിശക്കുന്നതെന്നൊക്കെ തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, ഭയങ്കര ടേസ്റ്റുമാണ് ഇതിന്. ഞാനിത് ആദ്യം ഉണ്ടാക്കിയപ്പോൾ വീട്ടിലുള്ളവരൊക്കെ ചോദിച്ചു ഇത് ഏത് പൊടിയാണ്, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇത് ശരിക്കും ഇതിൻ്റെ ലുക്ക് കണ്ടാൽ ഗോതമ്പ് ദോശയൊക്കെ പോലെ ഇരിക്കും, പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന രീതി കണ്ടാലും ആളുകൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇത് അപ്പമായിരുന്നു. നമ്മൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, കാരണം ഭയങ്കര ടേസ്റ്റാണ്. കിഴങ്ങ് കറിയുടെ ഒക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. കിഴങ്ങറിയോട് മാത്രമല്ല കേട്ടോ, കടലക്കറി പരിപ്പൂരൊക്കെ നമുക്ക് ഇതിന് കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യാം. എനിക്ക് പക്ഷേ കിഴങ്ങറിയും ഈ അപ്പവും കൂടെ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി കേട്ടോ. ഇതെങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ദോശ ചുറ്റിക്കുന്നതൊക്കെ ചുറ്റിക്കൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അടപ്പ് കൊണ്ടൊന്ന് അടച്ചു വെക്കുക. അപ്പോഴത്തേനും ഗ്ലാസ്സിൻ്റെ അടപ്പാകുമ്പോൾ ഇതിനകത്തൊരു ഹോൾസ് വരുന്ന കാണാൻ പറ്റും. ഇങ്ങനെ ഹോൾസ് വന്നതിന് ശേഷം നമ്മൾ തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് മറിച്ചിടാനൊന്നും പാടില്ല. നമ്മൾ അതേപോലെ തന്നെ എടുക്കുക. ഹോൾസ് വരുമ്പോൾ തന്നെ മുകൾ ഭാഗം വെന്തിട്ടുണ്ടാവും, അപ്പോൾ തിരിച്ചിടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ എടുത്തിട്ട് പ്ലേറ്റിലോട്ട് മാറ്റുക. എന്നിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുത്ത് മാറ്റുക. അപ്പോൾ ഈ ഒരു അപ്പം ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഞാൻ പറഞ്ഞല്ലോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ടൊക്കെ കയറി വരാൻ പറ്റത്തില്ല, എന്നാലേ എനിക്ക് നല്ല വീഡിയോസൊക്കെ ഇടാനും നിങ്ങൾക്ക് കാണാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും.